ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മൈസൂരിൽ പോവാണ്. എന്തൊക്കെ പരിപാടികൾ മൈസൂർ പോകുന്നതിന്റെ ഭാഗമായിട്ട്? പ്ലാനൊന്നുമില്ല. നമ്മുടെ ഉദ്ദേശം പിന്നെ മൈസൂരിൽ പോവാത്ത സ്ഥലങ്ങളിൽ പോവാന്നുള്ളതാണ്. നമ്മുടെ ഹോട്ടൽ ചെക്കിൻ വരുന്നത് ഉച്ചയ്ക്കാണ്. അപ്പൊ അതിനു മുമ്പ് 1-2 സ്പോട്ടുകൾ മനസ്സിലുണ്ട്. ഒരു ഐറ്റിനറി പോലെ എഴുതി പ്ലാനൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അത് നടക്കുകയാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതായത് ഫുഡ് സ്പോട്ട് ഒക്കെ ഇല്ലേ? നമ്മള് മൈസൂർ കഫേൽ അല്ല, ഇതൊരു ഫുഡ് കഴിക്കുന്ന സ്ഥലല്ലേ? നമ്മൾ മൈലാരി കഫേയിൽ ഓൾറെഡി പോയതാ. അവിടെ നമ്മൾ ഇനി പോകുന്നില്ല. പിന്നെ നമ്മൾ സാപ്പയിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. ആ പരിപാടി നമ്മളില്ല. ഞാൻ അവസാനം അങ്ങോട്ടേക്ക് പോകുന്നറിയില്ല. പറയാൻ പറ്റില്ല. പാപ്പ ഇവിടെ കിടന്നപ്പോഴത്തേക്കും ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങിയോ? ഇല്ല, അതാ ബാക്കിൽ ഇരിക്കണ്ടല്ലോ. പാപ്പ റെസ്റ്റ് എടുക്കട്ടെ. എല്ലാവരും റെസ്റ്റ് എടുക്കട്ടെ. നല്ല സമയമുണ്ടല്ലോ. നമുക്കൊരു ലീവൻ കഫേ എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട്. ഒരു കാർ മ്യൂസിയം കാണണമെന്നുണ്ട്. പിന്നെ നമുക്ക് എവിടെ പോകാനുള്ള ഒരു നല്ലൊരു ലഞ്ച് സ്പോട്ട് പിടിക്കണമെന്നുണ്ട്. അതിനുശേഷം നമുക്ക് പിന്നെ ഹോട്ടൽ ചെക്കിൻ ആവാം. പിന്നെ ഏതാ അതിനുശേഷം ഏതെങ്കിലും 1-2 സ്പോട്ടൊക്കെ പിടിക്കാം. നമുക്ക് പോണ വഴിയിലുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ച് അപ്പൊ നമുക്ക് അങ്ങനെ നമുക്ക് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ പോവാം. നമുക്ക് നാളെ നല്ലതായിട്ട് വരണം. നമുക്ക് അതൊക്കെ കാണിക്കാം. നമുക്ക് നാളെ വരെ സമയമുണ്ട്. ഈ 2 ദിവസം നമുക്ക് പോകാൻ പറ്റുന്നതൊക്കെ അങ്ങനെ പോവാം. പിന്നെ കുറച്ച് പ്രോപ്പർട്ടി നല്ലതാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടിയിൽ നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം. കുട്ടികളുടെ പാർക്കൊക്കെ നല്ല സ്ഥലമാണെന്നുണ്ടെങ്കിൽ കുറച്ച് അവർക്ക് ഒരു ചെറിയൊരു ടൈമൊക്കെ നമുക്ക് കൊടുക്കാം. അങ്ങനെ മതി. പിന്നെ നമുക്ക് നാളെ അതേപോലെ നമ്മുടെ സ്ഥിരം മാളില് ഫോറം എക്സസ് മാളോ ഫോറം മാളോ എന്തോല്ലേ ലുലുമാളാണോന്ന് ചോദിക്കണ്ടേ? ആണോ പാപ്പു? ലുലുമാളാണോ? ലുലുമാളാണോ പാപ്പു? പോകെ എന്തെങ്കിലുമൊക്കെ നല്ല കാഴ്ചകൾ ഉണ്ടെന്നുണ്ട് ഷെയർ ചെയ്യാം. അല്ലേ? അടിപൊളി. അപ്പം നമ്മള് ഫ്യൂൽ അടിക്കാൻ വേണ്ടി പോകട്ടോ. നമ്മള് കർണാടക എത്തി. അപ്പൊ ഇത് ഷെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെട്രോൾ പമ്പാണ്. ഇവിടെ അല്ലായിരുന്നു നമ്മൾ പറയുന്ന ആ ഷോപ്പ് ഇതുള്ള ഒരു നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ പറഞ്ഞ ഇതാണ്. ഇവിടെ നല്ല ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ കിട്ടും കേട്ടോ. അടിപൊളിയാ. ഞങ്ങൾ ഇടയ്ക്ക് ഇതിനായിട്ട് ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് വരാറുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം ഫ്യൂൽ അടിക്കാൻ പോകണം. ഇനി നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കണം. അപ്പൊ അത്യാവശ്യം വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്പോട്ടിലേക്ക് പോവാട്ടോ. നമ്മള് എത്ര മണിക്ക് ഇറങ്ങി? 7 മണി ഉണ്ടാവും. 7 മണിക്ക് ഇറങ്ങി നമ്മൾ 9:10 മൈസൂർ ടൗൺ എത്തി. 9:10. നമുക്ക് എവിടെ പോണം? നമ്മൾ ഹല്ലി അട്ടിയിൽ പോവാണ്. ഹല്ലി അട്ടിയിൽ അൻസറൊക്കെ കുറെ മുമ്പ് പറഞ്ഞ ഹല്ലി അട്ടിയിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചെറിയൊരു കുടിൽ സെറ്റപ്പാണ്. നമുക്ക് എന്താ വൈബ്, എന്താ അവിടെ തിരക്കാണോ ഒന്നും അറിയില്ല. പോയി നോക്കാം. അത്യാവശ്യം നല്ല വിശപ്പായിട്ടുണ്ട്. ഇവിടെ ചിക്കൻ ബിരിയാണി ആക്കാൻ പോകുന്ന ചിക്കനുകളും ഇതിന് ഇനി താറാവെന്ന് പറഞ്ഞ കാണിക്കണമെന്നില്ല. താറാവെന്ന് കോഴി വണ്ടി എന്തോ ആണത്. രാജരാജ. അപ്പൊ നമ്മളെ സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് എന്താണ് ഹള്ളി ഹട്ടി അല്ലേ? ഇവിടെ കന്നഡയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് വായിക്കാറില്ല. ബാബുക്ക് കറിയൊക്കെ ആയപ്പോഴേ എന്റെ ബാക്കില് ഫുള്ള് എന്താണ് ഒരു ടൈപ്പ് ഓഫ് ആർട്ടാട്ടോ. ആർട്ട് പെയിന്റിങ്.
ഇത് എനിക്ക് മാക്സിന് മാച്ച് സ്റ്റിക്ക് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ ഹട്ടാട്ടോ അത്. അവിടെയാണ്. എങ്ങനെയുണ്ട് മാ? ഓ മൈ ഗോഡ്, ഇത് ഭയങ്കര സോഫ്റ്റ് ആട്ടോ അത്. ഇനി അപ്പയും കൂടെ വരട്ടെ അല്ലേ? ജാഗരിയും ദോശയും കുറച്ച് ദോശയും അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. കോഫി മാത്രം കിട്ടില്ല. പാപ്പൂന് എന്താ ഇഷ്ടപ്പെട്ടത് ഇതില്? പരിപ്പ് വട കഴിച്ചു പാപ്പു. പാപ്പു ടൂർ പോവാന്ന് പറഞ്ഞു തുടങ്ങിയിട്ടില്ല, ഇതുവരെ ഉറങ്ങായിരുന്നു. അപ്പൊ ഉറങ്ങി എണീറ്റു. ഇനിയിപ്പം നമ്മള് അതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ലായിരുന്നു കേട്ടോ. അപ്പം ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്നത് തന്നെ അല്ലേ ഇവിടെ വരുന്നവർക്ക്? കാരണം വെജൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സംഭവം തന്നെയാണ്. മസാല ദോശയും ഇഡ്ഡലിയായിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. പിന്നെ വേറെ എന്ത് സാധനം ഉണ്ടായിരുന്നു? മസാല കേസരി ബാത്ത്. എല്ലാം നല്ലായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി നമ്മള് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഇനി നമ്മൾ പോകുന്ന സ്പോട്ടാട്ടോ ഇത്. ഇതിന്റെ പേര് പയാന അല്ലേ? വിന്റേജ് കാർ മ്യൂസിയം. ഇവിടേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വിന്റേജ് കാർ മ്യൂസിയം ആണ്. അതെ, ഇവിടെയാണ് നമ്മൾ പോകുന്നത്. ഇതാണ് പയാന കാർ മ്യൂസിയം. നമുക്ക് ആദ്യം വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഫുഡ് കഴിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ, പ്യുവർ വെജ് കിട്ടുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ചു. പാപ്പു ഫുഡ് കഴിക്കാത്ത കാരണം അവൾക്കൊരു ഇഡ്ഡലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിട്ടോ. പിന്നെ അവിടെ ഒരു 9 AM സ്റ്റാർട്ട് ചെയ്യുക. ഞങ്ങൾ ആ ഒരു സമയം ആയപ്പോഴേക്കിന് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്ന് പോയിട്ട് ഒരു കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു കേട്ടോ ഈ കഫേയിൽ. ഇത് ഫുൾ പ്യുവർ വെജ് കിട്ടുന്ന സ്ഥലമാണ്. രാവിലെ കുടിക്കാൻ പറ്റാത്ത കോഫി നമ്മളിപ്പോൾ കുടിക്കുകയാണ്. പാപ്പു രാവിലെ വെറും ഇത് മാത്രമായിരുന്നു കഴിച്ചേട്ടോ. പാപ്പു ഇഡ്ഡലി കഴിച്ചാലാണ് നമ്മൾ കാർ കാണാൻ വേണ്ടി പോവാ. അതെ, അപ്പം അതുകൊണ്ട് നമ്മള് പാപ്പു ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പാപ്പു ഇഡ്ഡലി കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മള് കാറ് കാണാൻ. പാർക്കല്ല, കാറുകൾ കാണാം. ഓക്കെ, അപ്പൊ വാ. Look at that, guys. Wow. ഇതിന്റെ ചെറിയ മിനിയേച്ചറാണ്. മൊത്തം മ്യൂസിയം കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന വിൻറ്റേജ് കാറുകളാണ് കേട്ടോ. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ഇന്നേ വരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് ടൈപ്പ് വിൻറ്റേജ് കാറുകളുണ്ട് കേട്ടോ.
ഈ കാറുകളുടെ കളേഴ്സിനെ കുറിച്ച് പറയാതിരിക്കാൻ ഒരു രക്ഷയില്ല. കാരണം അത്രയും അടിപൊളി കളേഴ്സാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ കാണുന്ന കാറുകളുടെ കളറിനേക്കാളും എന്തൊക്കെയോ ഭയങ്കര ഡിഫറെൻറ്റ് കളേഴ്സാണ്. ഭയങ്കര ഒരു ക്ലാസിക് ലുക്കാണ് കേട്ടോ ഓരോ വണ്ടിയും കാണാൻ. ഇയാളൊക്കെ മരിച്ചിട്ടുണ്ടോ? പിന്നെ നമുക്ക് ഈ കാർ കൊണ്ടുപോയി. സെറ്റപ്പ് കാറാണ് ഉമ്മച്ചൊക്കെ നോക്കുന്നുണ്ട്. അടിപൊളിയുണ്ടല്ലേ, നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ബൈക്ക് സ്കൂട്ടേഴ്സ്, സോ ഒതന്റിക് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള. ഈ വണ്ടികളൊക്കെ പണ്ടത്തെ ആർമിയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കേട്ടോ. അതിൻ്റെ എൻജിനും അതേപോലെ അതിൻ്റെ വീലൊക്കെ കാണുമ്പോൾ എത്രയോ ഒരുപാട് ഭയങ്കര വലിയ വണ്ടികളാണ് കേട്ടോ. നമുക്ക് അടുത്തുനിന്ന് കാണുമ്പോൾ തന്നെ അത്ഭുതമായിട്ട് തോന്നും. അത്രയും വലിയ വണ്ടികളാണ് ഇതൊക്കെ. റെസിനാക്കിയാലല്ലേ അതേപോലെ ഇത് ജീവിത. കാറിന് ഇതാണ് കാറിൻ്റെ പാർട്സ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഓരോ കാറിന്. അതിവിടെ തന്നെ വേറൊരു മ്യൂസിയം കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് ഇനി നെക്സ്റ്റ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ പാത്രങ്ങൾ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന തവികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അന്നത്തെ കാലത്തുള്ള കുറേ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ്. അത് വുഡിലും ഒക്കെ ചെയ്തിട്ടുള്ളത്.